ഇന്നൊരു ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്പെഷ്യലായിട്ടുള്ള ശർക്കര വരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കിലോൻ്റെ അടുത്തോളം പച്ചക്കായ എടുത്തിട്ടുണ്ട്. നല്ല പച്ചക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് പുരട്ടി കൊടുക്കട്ടോ. കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ സൈസിൽ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലത് കറക്റ്റ് വെന്ത് വരുള്ളൂ. ആ ഒരു കായെല്ലാം മൊത്തത്തിൽ കറക്റ്റ് വെന്ത് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ സാധാരണ ശർക്കര ഉപ്പേരിയുടെ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം കേട്ടോ വെളിച്ചെണ്ണയ്ക്ക്. പിന്നെ നമ്മളതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ പൊരിഞ്ഞ് കിട്ടുക കേട്ടോ. അതായത് വെന്ത് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യാം. എന്നിട്ട് നമ്മളിത് റെഡിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് കോരിയെടുക്കാം. എന്നിട്ട് കോരിയെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങ് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ ഈ ഒരു പാനിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതായത് അതിൻ്റെ ഒരു പത പൊങ്ങി വരുമല്ലോ, അതുവരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകിയും വരുമോ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വറുത്തെടുത്തിട്ടുള്ള ആ ഒരു കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. അതായത് ആ ഒരു വറുത്ത കായയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇത് വീണ്ടും ആ ഒരു ശർക്കരയൊക്കെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതായത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കുറുകി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ചെറിയ തീയിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചുക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം മൊത്തത്തിൽ. എന്നിട്ട് നമ്മൾ ഇത് വീണ്ടും ഇങ്ങനെ ആ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയി വരും കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക ഇനി. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഒട്ടിപ്പിടിക്കുന്നതൊക്കെ നമുക്കൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലയിടത്തൊക്കെ ഈ പഞ്ചസാരക്ക് പകരമായിട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ അങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, വിട്ട് വരും. അപ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ ഇത് നമുക്ക് കുറച്ച് നാളേക്ക് കേടുകൂടാതെ തന്നെ വെക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.